നമുക്കിന്ന് ഉണ്ടാക്കാം കുത്തു പൊറോട്ട. ആദ്യം നമുക്ക് പാൻ ചൂടായോ എന്ന് നോക്കിയിട്ട് കൈ വെച്ച് തന്നെ നോക്കണമെന്നില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട്ട് ക്രഷ് ചെയ്തത്, പിന്നെ ഒരു ചില്ലി ഇട്ട്, പിന്നെ 2-3 കറി ലീവ്സ്. അത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റിയ ശേഷം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞ ഉള്ളി, ഇത്ര ചെറുതാക്കണമെന്നില്ല പക്ഷെ അത്യാവശ്യം ചെറുതായി അരിഞ്ഞ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് വഴറ്റുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. അതിലേക്ക് അരത്തക്കാളി, ഒരു പച്ചമുളകും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 3 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഞാൻ ആദ്യം 2 പിന്നീട് എക്സ്ട്രാ 1 കൂടി ആഡ് ചെയ്തിരുന്നു. മുട്ട ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. അതും കൂടെ എല്ലാം ഇട്ട് നല്ല ഈ വെജിറ്റബിളിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴണ്ട് ഫ്രൈ ആയി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും കൊത്തി വെച്ചിരുന്ന പൊറോട്ട, ഞാൻ എളുപ്പത്തിന് കുക്ക് ചെയ്തിട്ട് ഒരു ചോപ്പറിലിട്ടാണ് അത് കൊത്തിയെടുത്തത്. നിങ്ങൾക്കത് കത്തി വെച്ചോ കത്രിക വെച്ചോ ഒക്കെ മുറിച്ചെടുക്കാം. അതെല്ലാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചധികം നേരം ഹൈ ഫ്ലെയിമിൽ കിടന്നൊന്ന് കുക്കായി വരണം, എങ്കിലേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരും ഫ്രൈഡ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീക്രട്ട് റെസിപ്പി, നിങ്ങളുടെ കയ്യിൽ ഇന്നലത്തെയോ അല്ലെ രാവിലെ വെച്ച വല്ലോ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചാറും കൂടെ സ്വല്പം ഇതിലേക്ക് ഇടുക. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ലൈക്ക് എ സെഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം റെഡിയായി. ഉപ്പുണ്ടോ എന്നൊക്കെ ഒരു ചെറിയ കഷ്ണം എടുത്ത് വായി വെച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് അത് തുറന്ന് അതിലേക്ക് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതിലേക്കിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കൊത്തു പൊറോട്ട തയ്യാറാണ്. അതിലേക്ക് കുറച്ച് കൊത്തിയരിഞ്ഞ ഉള്ളിയും കൂടി ഇട്ട് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.